പങ്കാളമ്പാടും മുറ്റയ്ക്ക് ചുട്ടമ്മായി അമ്മായി ചുട്ടത് മരുമോനിക്കായ മരുമോന്റെ കായ ശാലയും കൂലിയൊന്നും ഇല്ലായിരുന്നെന്ന് തോന്നുന്നു. അതാണെന്ന് തോന്നുന്നു ദേഷ്യം വന്നപ്പോ അമ്മായി എടുത്ത് ചുട്ട് കളഞ്ഞത്. എന്നല്ലാണ്ട് ആ ചെറുക്കന്റെ അതേ അവസ്ഥയാണ് ഇപ്പൊ എനിക്കും വന്നോണ്ടിരിക്കുന്നത്. എങ്ങനെ വരാതിരിക്കും? ദാ ഈ നുണയൻ സെൽവന്റെ കടയുടെ ഫ്രണ്ടിലല്ലേ ഞാൻ ഓട്ടോ ഇട്ടേക്കണത്. ഇങ്ങനെ കുറിച്ച് അറിയൂ? അയ്യോ, ഇതുപോലെ നുണയോ അപവാദം പറഞ്ഞുണ്ടാക്കുന്ന ഒരു മനുഷ്യൻ ഈ പഞ്ചായത്തിൽ കാണൂല. ഈ ബോൺ ടാലന്റ് എന്നൊക്കെ പറയൂലേ, അതാണ്. ഇപ്പൊ ഞാൻ അങ്ങനെ പേര് പറഞ്ഞല്ല, ഇപ്പൊ എൻട്രി വരും. മറക്കുടയാൽ മുഖം മറയ്ക്കും മാനല്ല മാനല്ല കണ്ടല്ല. മഷിക്കറുപ്പാൽ മിഴി എഴുതും മീനല്ല മാനുമല്ല മീനുമല്ല പൂനിലാവല്ല. ഇത് മൂന്നുമല്ല. പിന്നെ ആരുടെ രാത്രി ശാന്തര വീട്ടിൽ കയറി? എന്റെ അണ്ണാ, അത് അവരുടെ ഭർത്താവ് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വീട്ടിൽ വരണത്. ഭർത്താവായിരുന്നു? ഓ, ഞാൻ കരുതി ഏതോ മാൻകിടാവായിരിക്കും. നിനക്ക് ഓട്ടമൊന്നും ഇല്ലയോ? ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി 10 റൗണ്ട് ഓടിയാതിയാ. എന്താ നീ ഇങ്ങനൊക്കെ പറയുന്നേ? പിന്നെ ഞാൻ നിങ്ങളടുത്ത് എങ്ങനെ പറയണം? ഇന്നാള് നടന്ന കേസൊക്കെ മറന്നുപോയാ? എന്ത്? യോ, മുട്ടി നിന്നപ്പോ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു എനിക്കൊന്ന് പെടുക്കാൻ പോണോ. അപ്പൊ നിങ്ങൾ എന്തോ പറഞ്ഞ, മോനെ ആ പ്ലാവിന്റെ മൂട്ടിലോട്ട് പോന്ന്. ഞാൻ അവിടെ പോയി ഊരി ഇട്ടത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ആൾക്കാരെ അത്രയും ഓടിച്ചു കൂട്ടിയിട്ട് ഇങ്ങനെ പറയാണ്, ഷിജു നഗ്നതാ പ്രദർശനം നടത്തണം. അയ്യോ, ഞാൻ മൂത്രം പകുതി വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് ഓടി തള്ളിക്കളഞ്ഞു. അതൊക്കെ എന്റെ ഒരു എന്റർടൈൻമെന്റ് അല്ലയോടാ. അതല്ല, വേഷ കിട്ടുമ്പോ മാറിക്കോളൂ. എനിക്കെന്തോടാ കുഴപ്പം? എന്ത് കുഴപ്പമെന്നാ? നിങ്ങൾക്ക് കുഴപ്പം മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഭാര്യ ബാങ്കിലാണ് ജോലി ചെയ്യണത്. 4 മണിയാകുമ്പോ ജോലി കഴിയും. പക്ഷേ അവരവിടെ റിക്വസ്റ്റ് എഴുതി കൊടുത്ത് അതേ ബാങ്കിൽ തന്നെ രാത്രി സെക്യൂരിറ്റി പണിക്കും പൊയ്ക്കൊണ്ടിരിക്കും. എന്താണ് കാരണം? ഇങ്ങനെ കൊതിയും നുണയും കേൾക്കാതിരിക്കും. ഞാൻ എന്റെ കണ്ണി കാണുന്ന കാര്യങ്ങളെ പറയാറുള്ളൂ. ഇപ്പൊ തന്നെ ആ ദിവാകരന്റെ മോള് കുറച്ചു ദിവസത്തിന് മുമ്പ് ഒരു 10-15 പിള്ളേരുമായിട്ട് ആ കുമളി ചെന്നിരിക്കുന്നു. എന്നിട്ട് ലവ് ലെറ്റർ എഴുതി കളി. ഏത് ദിവസം? കഴിഞ്ഞ വ്യാഴാഴ്ച. അണ്ണാ, അവര് PSC ടെസ്റ്റിന് പോയത്. PSC ടെസ്റ്റോ എന്ത് ടെസ്റ്റോ? അവസാനം പ്രഗ്നൻസി ടെസ്റ്റ് നടത്തായിരുന്നാ മതി. അണ്ണാന്റെ നാക്കൊന്ന് എനിക്ക് തരൂ. എന്തിന്? ഇതായി സൈലൻസറിലിട്ടെ ഉരച്ച് കളയാൻ വേണ്ടി. ദീപു വിളിക്കുന്നല്ലോടാ. ആ ദീപു പറവനെ, ശർക്കര 5 കിലോ. എടുത്തോക്കാം. എടാ, ആ ദീപുവിന് ഷുഗർ അല്ലയോടാ? ആ, ഷുഗറാണ്. അവന്റെ പെണ്ണും പിള്ളേക്കും ഷുഗർ. ഇവർക്ക് എന്തിനാ ശർക്കര? അവർക്ക് ഇച്ചിരി പായസം വെക്കണമെന്ന് തോന്നിക്കാണും. ആ തൊട്ടപ്പുറത്തെ വീട്ടിലെ ലതിക ഇന്നലെ അടയും മേടിച്ചോണ്ട് പോയി. എന്തെങ്കിലും പായസം പോയി കൊണ്ടോ? നിനക്ക് ഇത്തിരി അണ്ടിപ്പരിപ്പ് കേട്ടാ. എനിക്കെന്തിനാണ് അണ്ടിപ്പരിപ്പ്? മൊത്തം ഒരു അടപ്രഥമനാക്കാം. എന്നെ വെച്ച് അടപ്രഥമ നിങ്ങൾ ഉണ്ടാക്കല്ലേ. ഈ പായസമായിട്ട് എനിക്കൊരു ബന്ധവും ഇല്ല. ഇയാൾ എന്തോന്ന് ഒരുമാതിരി. എന്റെ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല. നിനക്ക് 2 പിള്ളേരില്ലോടാ? പിള്ളേരാ? അയ്യോ, നിന്റെ അച്ഛനായിരുന്നു. അച്ഛന്റെ കാര്യം പറഞ്ഞപ്പോഴാ. പിന്നെ നിന്റെ അച്ഛന് ഞാൻ ഇന്നലെ വഴി കൂടെ വരുമ്പോഴേ നിന്റെ അച്ഛനാ നളിനിയൊക്കെയുടെ കാലിങ്ങനെ തടവുന്നുണ്ടല്ലോടാ. എന്റെ അച്ഛനാ? ഓ, അയ്യോ, ഈ വയസ്സാങ്കാലത്ത് ഈ കിളവൻ ഇത് എന്തിന്റെ ഇതൊക്കെ എടുത്ത്? നളിനി അക്കനാ? ഈ നളിനി എന്ന് പറഞ്ഞ എന്റെ അമ്മയല്ലേ? ഓ, നിന്റെ അമ്മ. പിന്നെ എന്റെ അച്ഛൻ എന്റെ അമ്മയുടെ കാലിലല്ലാതെ വേറെ ആരെങ്കിലും കാലി പിടിച്ച് തടവോ? അതിനല്ലേ ഞാൻ പറഞ്ഞോളൂ. അണ്ണാ, എന്തെങ്കിലും പറയുമ്പോ അത് മീറ്ററിൽ പറയണം. ഈ മീറ്റർ എന്ന് പറയുന്ന സാധനം വളരെ ഇമ്പോർട്ടന്റ് ആണ്, മനസ്സിലായ? എന്റെ മീറ്റർ ഇതാണ്. അതാണ് എനിക്കൊരു സുഖം. ഇച്ചിരി അവലിന്റെ ഗുളി വാങ്ങിച്ച് കഴിച്ചായി മാറിക്കോളൂ. അത് ചൊറിച്ചിലുള്ളോ ഇല്ലടാ? അതുകൊണ്ടാണ് ആ ഗുളി വാങ്ങിച്ച് കഴിക്കാൻ ഞാൻ പറഞ്ഞത്. അണ്ണാ, നിങ്ങളെ കുറിച്ച് ഈ നാട്ടിൽ പൊതുവായിട്ടൊരു അഭിപ്രായമുണ്ട്. അത് വേണമെങ്കിൽ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഈ കലിഗിലിന്റെ അവിടെ നുണ പറയാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന ഒരു 10 അമ്മമാരെ ഇങ്ങനെ എടുക്കണം. കുടുംബശ്രീയിൽ വാ തുറന്ന അപവാദം മാത്രമേ പറയുള്ളൂ എന്ന് പറഞ്ഞ് പ്രതിജ്ഞ എടുത്തിരിക്കണം ഒരു 10 ചേച്ചിമാരെയും കൂടെ ഇങ്ങനെ എടുക്കണം. എന്നിട്ട് ഒരു മിക്സിക്കകത്തിടണം. എന്നിട്ട് ഇങ്ങനെ അടിക്കണം. എന്നിട്ട് ഒരു ഗ്ലാസ്സിൽ ഇങ്ങനെ ഒഴിച്ചു വെക്കണം. അപ്പം നമുക്കൊരു സാധനം കിട്ടും. അതാണ് നിങ്ങൾ. നീ വലിയ തള്ളം കേട്ടോ. വലിയ തള്ളം തരണം. നിന്റെ കല്യാണമൊന്നും ആയില്ലൂടാ? ആണാ, ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരെണ്ണം പോയി കണ്ട്. മറ്റേ മേലേത്തെ മുരളിയണ്ണന്റെ മോള്. മുരളിയണ്ണന്റെ മോള് എന്നാ കിണിക്കണത്? അത് മേലത്തെ മുരളിയണ്ണന്റെ മോളൊന്നും അല്ല, അത് വിജയന്റെ മോളാ. അണ്ണാ, മുരളിയണ്ണന്റെ മോള്. അത് നിന്റെ അന്ധവിശ്വാസം. താഴത്തെ വിജയന്റെ മോളാ. അണ്ണാ, ഈ വിജയനെ നിങ്ങൾ പറയണേന്ന് പറഞ്ഞാ ആ ചെവി കുറച്ച് പിന്നോട്ടുള്ള. അവന്റെ ചെവി മാത്രമേ ഉള്ളൂ പിന്നോട്ട്, ബാക്കി എല്ലാം മുന്നോട്ട്. ആളുകളെ കുറിച്ച് അവാദം പറഞ്ഞുണ്ടാക്കരുത് കേട്ടോ. ഞാൻ തെളിയിക്കണോ? തെളിയിക്കണം. ഈ മുരളി കറുത്തിരിക്കല്ലോ, അവന്റെ പെണ്ണുമ്പിള കറുത്തിരിക്കല്ലോ, അവന്റെ മോളോ വെളുത്തിട്ട്, വിജയനോ അതും വെളുത്തിട്ട്.
ഇപ്പൊ എവിടുന്നാ കണ്ടന്റ് വന്നത്? നിങ്ങൾ മറ്റേ തേമായും കുമ്പത്ത് സിനിമ കണ്ടിട്ടുണ്ടോ? അത് ഇതുമായിട്ട് എന്ത് ബന്ധം? ഞാൻ തെളിയിച്ചു തരാം. വെറ്റിലേത് കളർ? പച്ച. ചുണ്ണാമ്പ? അത് വെള്ള. അടയ്ക്ക്? അടയ്ക്ക ഒരു ബ്രൗൺ കളർ. പുകയില്? പുകയില കറുപ്പ്. ഇതെല്ലാം കൂടെ ചേർത്താണല്ലോ നമ്മൾ വായിലിട്ട് ചവയ്ക്കണത്. ഓ, തുപ്പമ്പ ഏത് കളർ വരണം? അത് ചുവപ്പ്. അതാണ്. ഇത് ഈ പുകയിലല്ലേ, കറുപ്പല്ലേ? ഓ, അത് വേണമെങ്കിൽ നമുക്ക് മുരളിയാക്കാം. ഈ വെറ്റിലയും ഈ ചുണ്ണാമ്പും ഈ പാക്കും ഒക്കെ ആരുടെ? നിങ്ങളെ അച്ഛൻ. എന്റെ അച്ഛനോ? മുരളി എന്റെ അനിയനാണോ? എന്റെ പൊന്നണ്ണ, സ്വന്തം അച്ഛനെ കുറിച്ച് ഇങ്ങനെ അവാദം പറഞ്ഞുണ്ടാക്കല്ലേ. ഇത് എന്തോന്ന് മനുഷ്യ ഇത്. അയ്യേ, ഒരു കേസ് വിട്ടുപോയി അണ്ണാ. ഓ, പിന്നെ 1000 രൂപ ഇങ്ങെടുത്താണ്. 1000 രൂപ? ഓ, അടുത്ത ആഴ്ച തരാം. തരുവോടെ? അണ്ണന്റെ പൈസ ഞാൻ എന്തായാലും തരും. ഇല്ലെങ്കിൽ ഞാൻ ഗർഭിണിയെന്ന് പറഞ്ഞ് ഈ നാട് മൊത്തവും പറഞ്ഞുണ്ടായിക്കളെ. ഓട്ടെ, എന്തിനടേ കാര്യം? അണ്ണാ, അടുത്ത ആഴ്ചയിലാണ് മറ്റേ ശശാങ്കന്റെ മോന്റെ കല്യാണം. നിങ്ങളെ വിളിച്ചില്ലേ? ഇല്ലടാ. എങ്ങനെ വിളിക്കും ഈ സ്വഭാവം കാരണം? എവിടുന്ന് പെണ്ണ്? നിങ്ങൾക്ക് പറഞ്ഞാ അറിയൂന്ന് അറിഞ്ഞുകൂടാ. നമ്മളെ ആറ്റിന്റെ അപ്പുറവും മറ്റേ എന്തോന്ന് സുഭാഷിന്റെ മോളാണ്. സുഭാഷിന്റെ മോള് സുമിയ? അറിയൂ. ആരാ വിളിക്കുന്നത്? ശശാങ്കന. ശശാങ്ക, ചെലവനാടാ. നല്ല കാര്യടാ, നല്ല കാര്യം. പിന്നെ നീ എന്നെ കല്യാണം വിളിച്ചാൽ അത് പോട്ട്, കുഴപ്പമില്ല. നിന്റെ മനസ്സിയാ സമ്മതിച്ചു കേട്ടോ. ഇത്രയും പേരുദോഷമുള്ള ഒരു പെണ്ണിനെ നീ വീട്ടിലോട്ട് കൊണ്ടുവരും. ആ പെണ്ണും ചെറുക്കനോടെ കല്യാണം കഴിഞ്ഞ് പോകുമ്പോ നാട്ടുകാർ അതും ഇതൊക്കെ പറയും. നീ അതൊന്നും കാര്യമാക്കണ്ട. വിട്ടേ ഓക്കെടാ. എന്റെ കല്യാണം ഇപ്പൊ മുടങ്ങിയില്ലേ? നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടാണ. ഒരു പാവം പിടിച്ച പെങ്കൊച്ചല്ലാണ് ആ സുമി എന്ന് പറയണ. ഇന്ന് വരെ ഒരു ചെറുക്കന്റെ മുഖത്ത് നോക്കണ ഞാൻ കണ്ടിട്ടില്ല. ആ കൊച്ചിനെ കുറിച്ച് അപവാദം പറഞ്ഞ അവളെ കല്യാണം മുടക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നിയണ്ണ? ഇതിന് എന്ത് സുഖമാണ് നിങ്ങൾക്ക് കിട്ടണത്? ഈ സുമിയെ കുറിച്ച് പറഞ്ഞപ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും വിഷമം ഉണ്ടായിരുന്നു? ഇല്ല. ആ സുമിയുടെ പുറമെ രാവിലെ 6 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെ നടക്കുന്ന ഈ പഞ്ചായത്തിലെ തന്നെ ഞരമ്പൻ കുട്ടികളിന് പോലും വിഷമം ഉണ്ടായില്ല. എന്നിട്ട് ഇവന് മാത്രം ഇത്ര വിഷമം. അപ്പൊ ഇവനും ആ സുമിയായിട്ട് എന്തോ ഒരു അടപ്രഥമനില്ലേ? നമിച്ച് ഞാൻ പോവേണോ? അയ്യോ, എവിടെ? സുമിയുടെ വീട്ടിലോട്ടോ? ഇയാള് നേരെ ചൊവ്വ ഉണ്ടായ സൃഷ്ടിയൊന്നുമല്ല. ഇത് കുളത്തിൽ മുട്ടയിട്ട് വിരിയിപ്പിച്ചേട്ടാ. ഞാനില്ല, പോണ. ഞാൻ എന്തെങ്കിലും പറഞ്ഞെന്ന് നീ വിഷമിക്കാടേ. ഇങ്ങനൊക്കെയാണോ? ഓട്ടെ, മുരളിയുടെ മോളായിട്ടുള്ള കല്യാണം മുടങ്ങിയിട്ട് വേറൊന്നും കിട്ടിയില്ലേ? വേറെ കല്യാണം ഒരെണ്ണം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എവിടെടാ? ഈ ഏരിയയിലെ പെണ്ണുങ്ങളെ നോക്കല്ലേ, എല്ലാ പ്രശ്നങ്ങളാണ് പൊന്നു മോനെ. പറഞ്ഞ ശരി തന്നെ. ഈ ഏരിയയിൽ മൊത്തം പ്രശ്നങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പരതി നോക്കി. ഒരെണ്ണം കൊള്ളാം. ഇവിടെ ചുമ്മാ അതല്ല ഓട്ടോ ഇവിടെ ഇട്ടിട്ട് ഓട്ടോ ഓടാതെ നടക്കുന്നില്ലേ? ആരടാ അത്? ഞാനോട് എന്നെ അടുത്തോടൊന്ന് പറ, ഞാനും ഒരു കണ്ടന്റ് ഉണ്ടാക്കട്ടാ. പിന്നെ പറ മോനെ, പിന്നെ പറയണം. പറയടാ മുത്തേ. ശർക്കര വേണോ? ശർക്കരയൊന്നും വേണ്ട. പറ. എനിക്കൊരു ചമ്മലെണ്ണ. മുത്തല്ലേടാ, പറ. ആണോ? വേണ്ട, ഞാൻ പിന്നെ പറയാം. പറ മക്കളെ. പറയും. പറ. അല്ലേ വേണ്ട, പറയുന്നില്ല. കാണിച്ചു തരാം. കാണിച്ചു. അണ്ണാ, നേരെ കിടക്കുന്ന റോഡ് കണ്ട അവിടെ റൈറ്റ്. മറ്റേ രമേശൻ കണ്ട്രാക്കിന്റെ വീട്. അത് ഷീലയുടെ വീടല്ലേടാ? ഷീലയുടെ ഭർത്താവാണല്ലേ രമേശൻ കണ്ട്രാക്കൻ. മോള് അവക്ക് ഇത് തന്നെ വേണം. ഷീലയുടെ വീടല്ല, പിന്നെ അതിന്റെ അപ്പുറത്തൊരു വീട് കണ്ട. അത് സുജാതയുടെ വീടല്ലേ? അവക്കും ഇത് തന്നെ വേണം. സുജാതയുടെ വീടും അല്ല. ഈ സുജാതയുടെ ഷീലയുടെ ഇടയിലൊരു വീട് കണ്ട. അതെന്റെ വീടല്ലേ? എനിക്കും ഇത് തന്നെ. അതെന്റെ വീടല്ലേ? അണ്ണന്റെ വീട് തന്നെ. അണ്ണന്റെ മോള് ശില്പ. എന്റെ മോള് ശില്പ? അണ്ണനല്ലേ പറഞ്ഞത് ഈ നാട്ടിൽ മൊത്തം കുഴപ്പങ്ങളാണ്, പ്രശ്നങ്ങളാണെന്ന്? അപ്പൊ അണ്ണ ഒരിക്കലും അപവാദം പറയാൻ ചാൻസ് ഇല്ലാത്ത ഒരേ ഒരു കൊച്ച് അവള് മാത്രമാണ്. പിന്നെ ഞാൻ നോക്കിയപ്പോ തീരെ തെറ്റുമില്ല. അപ്പൊ ശില്പയെ തന്നെ ഞാൻ അങ്ങ് വളച്ച്. എങ്ങനെയുണ്ട്? പിന്നെ അണ്ണ മാമ കല്യാണത്തിന് ഞാൻ മാത്രമേ ഉള്ളൂ എല്ലാം കിടന്ന് ഓടാനും ഇതിനൊക്കെ. അപ്പൊ മാമ, ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച്, നമ്മുടെ കല്യാണത്തിന് മാമന്റെ അവിടെ നിന്ന് ഞാൻ ശർക്കര മേടിക്കുള്ളൂ. അപ്പം കല്യാണത്തിന് ഞാൻ വിളിക്കും. അപ്പൊ വരണേ, കേട്ടാ? ഓക്കെ. അപ്പൊ എന്റെ കടയിൽ നിന്ന് ശർക്കര മേടിച്ചു തന്നിട്ട് എനിക്ക് തന്നെ അടപ്രഥമൻ തന്നല്ലേ? ഈശ്വര, വേലിയിരുന്ന പാമ്പിനെ എടുത്താണല്ലോ ഞാൻ വേണ്ടാത്തടുത്ത് വെച്ച. ഡാന്നല്ല, മരുമോൻ.
അയ്യോ എല്ലാവർക്കും അറിയാൻ പറ്റുന്ന മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്കിറ്റ് എല്ലാ നാട്ടിലും ഉണ്ടാവും ഇതുപോലെ. എല്ലാ നാട്ടിലും ഇതേപോലുള്ള ടീമുകൾ ഇപ്പോഴും ഉണ്ട് ഈ ന്യൂ ജനറേഷൻ കാലഘട്ടം. എല്ലാ നാട്ടിലല്ല ജംഗ്ഷനിലും ഉണ്ടാവും. വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ഉണ്ട് ഇങ്ങനത്തെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ഉണ്ട്. നിനക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അറിയോ? ഞങ്ങൾക്ക് ജംഗ്ഷനും നാടും ഒക്കെ അറിയാം. പക്ഷെ ചില നാട്ടിലുണ്ടല്ലോ ഇത് ആരാന്ന് അറിഞ്ഞൂടാ. പക്ഷെ നിന്റെ നാട്ടില് നീയാണെന്നാണ് എല്ലാരും ചേച്ചി എടുത്ത് നോക്കിയാ ചേച്ചി ബോംബെയിലുണ്ടോ ചേച്ചി ഇതാണ് ആൾക്കാർ? പിന്നെ അവിടെ ഉണ്ടല്ലേ? പിന്നെ അമേരിക്കയിൽ വരെ നമ്മുടെ ഉണ്ടെന്നാ. സൊസൈറ്റിയിൽ തന്നെ ഉണ്ട്. അതെ അത് ആണ് പെണ്ണൊന്നുമില്ല, അതെ. ആര് വേണമെങ്കിൽ ആവാം. ചേച്ചി അതിന്റെ പാർട്ടാവാറുണ്ടോ പോയി കേൾക്കാനൊക്കെ? എനിക്ക് ഇങ്ങനെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഗോസിപ്പ് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കേക്കുള്ള പറയോ ചേച്ചി? അല്ല, എനിക്ക് കേൾക്കാനാ ഇഷ്ടം. ഇഷ്ടമുള്ള ആ, ഭയങ്കര ഞാൻ ഇഷ്ടം. കേട്ട കാര്യം പറയൂട്ടോ. ഏ? ഞാൻ സത്യസന്ധതയുള്ളവളാ. ഞാൻ അവിടെ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ആർക്കെങ്കിലൊക്കെ അത് കൊടുക്കും. ഞാൻ കേട്ടുകൊണ്ടിരിക്കും, എന്നിട്ട് അവിടെ പറയാതെ വേറെ സ്ഥലത്ത് ഇടാം. അത് ഭയങ്കര രസാ. അപ്പൊ അവരുടെ അറിവ് നമുക്ക് തരും. നിന്റെ ഉള്ളറിയാൻ വേണ്ടി പറഞ്ഞ ഞാൻ ജീവിതം ഞാൻ ഇപ്പോഴും പറയാണ്, ഈ സൈലന്റ് കില്ലർ എന്ന് പറഞ്ഞ കറക്റ്റ് വേർഡാണ്. ബിക്കോസ് നിങ്ങളുടെ ആ ഒരു ശൈലിയില് ദാറ്റ്സ് സോ ബിലീവബിൾ. എന്ത് പറഞ്ഞ ഏത് ഏഷ്യനിയാണെങ്കിൽ ഒരു കോംപ്ലിമെന്റ് തന്നാൽ ആക്ച്വലി ചിലപ്പോൾ കുറച്ച് ഡൗട്ട്, പക്ഷെ ഏഷ്യനി മാസ്റ്ററാ നിങ്ങൾക്ക് കറക്റ്റാണ്. എന്നാ അതിന്റെ പകുതി ക്രെഡിറ്റ് ഗ്രൂമറിലൂടെ കൊടുക്കേണ്ടി. ഗ്രൂമറാണത്. അല്ല, ഞാൻ പറയാണ്, നിങ്ങളുടെ ഈ ടീം സൂപ്പർ ടീമാണ് ഫ്രം സ്റ്റാർട്ട്. അതെ. ആദ്യത്തെ ഈ വേദിയിൽ വന്ന് തൊട്ടിട്ട് തന്നെ നിങ്ങളുടെ ആശയങ്ങളാണെങ്കിലും നിങ്ങളുടെ പെർഫോമൻസ് ആണെങ്കിലും നിങ്ങളുടെ ആ ഒതുക്കം എല്ലാം എവറിത്തിങ് ഇസ് ടോപ്പ് ക്ലാസ്. നിങ്ങൾ നന്നായിട്ട് ഇപ്പോൾ അല്ലേ നന്നായിട്ട് ഡെവലപ്പ് ചെയ്ത് ഗ്രൂം ചെയ്തിട്ട് വേറെ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ ഒരു ഏഷ്യനി മാസ്റ്റർ ഇല്ലേ? ജിഷോ ചേട്ടൻ ഒരു കയ്യടി എല്ലാവരോടും കൊടുക്കണം. കാര്യം സ്വന്തം ജീവിതമാണ് അയാൾ എടുത്ത് കൊടുത്തത്. ഒരുത്തരും ചെയ്യില്ല, നിങ്ങൾ ചെയ്യോ? അവന്റെ ഒരു റൈറ്ററും ചെയ്യില്ല. അവന്റെ ജീവിതം സിനിമയാക്കാനുള്ള അഞ്ചുകൂടെ യഥാർത്ഥ റിയലിസ്റ്റിക് സ്കിറ്റ് എന്ന് പറഞ്ഞ ഇതാണ്. അതെ അതെ. യഥാർത്ഥ റിയലിസ്റ്റിക്. വലിയ ബഹളങ്ങളില്ല, സൈലന്റ് ആയിട്ട് ഒന്നും കടിയടിക്കുന്നു പോകുന്നു. മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ സൈലന്റ് ആയിട്ട് നമുക്ക് ബാറ്ററിയും കൂടെ നോക്കാം. സൈലന്റ് ആക്കേണ്ടത് സൈലന്റ് ആയിട്ട് നോക്കാം. ബാ തിരി നോക്കി. പണമൊഴുകണ കടി പറന്നിറങ്ങേണ്ട ചിരി ചിരി പല ചിരി താളത്തിൽ ഞാൻ സൈലന്റ് ആയിട്ട് വന്ന് വൈൽഡ് ആയിട്ട് അതെ. 30,000 rupees നേടിയിരിക്കുകയാണ് ശ്വേത ചേച്ചി. യെസ്, പ്ലീസ് ട്രാൻസ്ഫർ ദാറ്റ്. യെസ് പ്ലീസ്. സൈലന്റ് കില്ലേഴ്സ്. ക്രെഡിറ്റ്. അങ്ങനെ പരദോഷണം നോണയം പറഞ്ഞ് 30,000 രൂപ കിട്ടി. അതിനും വേണം ഒരു മിടുക്കല്ലേ? പിന്നെ. നമുക്കിനി അങ്ങനത്തെ ഒരു കാര്യം ഡിസ്കസ് ചെയ്യണം. ഇപ്പോൾ പൈസ കൊണ്ട് നമുക്ക് പരദൂഷണം. അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാത്ത പോലെ. എനിക്ക് തോന്നുന്നു നിങ്ങൾ നിന്നാണ് ഈ കണ്ടന്റ് ഇതിന്റെ ഡയറക്ടർ അവർക്ക് കൊടുത്തതെന്ന്. അക്വസ്റ്റാർ പാത്തികളും ക്ലാമ്പുകളും Aquastar rainwater pipes. മറ്റെല്ലാം ചുമ്മാ.